ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചികിത്സകളുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നൊരു അസോസിയേഷനാണ് IAP, ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. ഈ അസോസിയേഷനിലെ ചികിത്സകർ അക്യുപഞ്ചർ ചികിത്സകരാണ്. അക്യുപഞ്ചർ ചികിത്സ മാത്രം ചെയ്യുന്ന ചികിത്സകരാണ്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചികിത്സകളുണ്ടെങ്കിലും പല ചികിത്സകരും ഒട്ടേറെ ചികിത്സകൾ ചേർത്ത് മിക്സ് ചെയ്ത് ചികിത്സിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെങ്കിൽ പഴയകാലത്ത് ആയുർവേദമായാലും സിദ്ധ വൈദ്യമായാലും ഹോമിയോപ്പതി ആയാലും അതുപോലെയുള്ള പഴയകാല ചികിത്സ ഒക്കെ പരിശോധിക്കുമ്പോൾ അവർ ആ ഒരു ചികിത്സ മാത്രം ഫോളോ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ചികിത്സകളും കലർത്തി ചികിത്സിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചികിത്സാ മേഖലയിൽ കാണാൻ കഴിയുന്നത്. അതിന് പകരം ഒരു ജീവിതശൈലി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്, രോഗികളെ പഠിപ്പിച്ചുകൊണ്ട്, ജീവിത രീതി ചിട്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ സുഖപ്പെടുത്താനും ജീവിതശൈലി രോഗമില്ലാതെ ജീവിക്കാനുള്ളൊരു പഠനം, ഒരു ജീവിത രീതി പഠിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന് വലിയ നേട്ടമുള്ളതായി കാണാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ജനങ്ങൾ രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് വലിയ വലിയ അസുഖങ്ങൾ, കിഡ്നി ഫെയിലുകൾ, ക്യാൻസറുകൾ, അല്ലെങ്കിൽ നമുക്ക് പേരറിയാത്ത ഒട്ടേറെ പുതിയ പുതിയ രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അവിചാരിതമായി ഉണ്ടാകുന്ന ഒട്ടേറെ രോഗങ്ങൾ, ഈ രോഗങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകുന്നതാണെങ്കിലും ഒരുപക്ഷെ ജീവിതശൈലി ക്രമീകരിച്ചാൽ ഇത്തരം രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ സമൂഹത്തിന് ഈ ഒരു ജീവിതശൈലിയെ പരിചയപ്പെടുത്തുക, ആ ഒരു ജീവിതശൈലിയിലൂടെ, അഥവാ നേരത്തെ ഉറങ്ങി, നേരത്തെ ഉണർന്ന്, പറ്റുമെങ്കിൽ നേരത്തെ കുളിച്ച്, അങ്ങനെ കേരളത്തിൻ്റെ തനതായ ഒരു ജീവിതശൈലി തന്നെയാണിത്. പുതിയ ജീവിതശൈലി ഒന്നുമല്ല. പഴയ കാലത്ത് മനുഷ്യരൊക്കെ തന്നെ പുലർച്ചെ 4 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന, അഥവാ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ശീലമുണ്ടായിരുന്നു മലയാളികൾക്ക്. ആ ശീലത്തിലേക്ക് ജനങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, നല്ല ആഹാരം കഴിക്കുക, ശുദ്ധജലം കുടിക്കുക, നേരത്തെ ഉറങ്ങുക, ഇത്തരം നല്ല ശീലങ്ങളിലൂടെ ഒട്ടേറെ ജീവിതശൈലി രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാനും, അതുപോലെ വന്ന രോഗങ്ങളെ വളരെ ലളിതമായ ചികിത്സാ രീതികളിലൂടെ വലിയ ഭാരിച്ച ചെലവില്ലാതെ, ഭാരിച്ച അപകടങ്ങളില്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ സുരക്ഷിതമായ ചികിത്സാ രീതികളിലൂടെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കുന്നുള്ളതാണ് ചികിത്സ പ്രത്യേകത. ഏതായാലും നാളെ നടക്കുന്ന പരിപാടി കേരളം മുഴുവൻ എല്ലാ ജില്ലയിൽ നിന്നുള്ള ചികിത്സകർ സംഘടിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എഡ്യൂമീറ്റ് എന്ന് പേര് വെക്കാനുള്ള കാരണം, നമുക്കറിയാം വിദ്യാഭ്യാസം ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രതിഭാസമാണ്. നമ്മൾ പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ റിസർച്ചുകളും പുതിയ പുതിയ അന്വേഷണങ്ങളും എപ്പോഴും എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ അക്യുപഞ്ചർ മേഖലയിലും ഉണ്ട്. അപ്പോൾ ചികിത്സിക്കുന്ന പ്രാക്ടീഷണേഴ്സ്ക്ക്, ചികിത്സകർക്ക് ഇനിയും കൂടുതൽ അവരുടെ ചികിത്സാ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ എഡ്യൂമീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും നല്ല ചികിത്സകരാകുക എന്നുള്ളത്, ഇനിയും കൂടുതൽ അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ വർഷത്തിലും ഇത്തരം സംഘടനയിലെ മെമ്പർമാർ അവരുടെ അറിവ് അപ്ഡേറ്റ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഇതിൽ ഇപ്രാവശ്യം ഈ പ്രോഗ്രാം പാലക്കാടാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. മെയ് 9-ാം തീയതി, നാളെ ശനിയാഴ്ചയാണ് ഈ പ്രോഗ്രാം രാവിലെ ആരംഭിക്കുന്നത്. അതിനുശേഷം മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാമിന് ശേഷം പൊതുജനങ്ങൾക്കൊരു പ്രോഗ്രാം 3:30 മണി മുതൽ 5:30 മണി വരെ പൊതുജനങ്ങളുടെ പ്രോഗ്രാം, പബ്ലിക് പ്രോഗ്രാം. ഈ പബ്ലിക് പ്രോഗ്രാമിൽ പ്രമേഹ രോഗ ചികിത്സയെ പറ്റിയും അതുപോലെ സ്ത്രീജന്യ രോഗങ്ങളുടെ ചികിത്സയെ പറ്റിയും പ്രത്യേകമായ ക്ലാസ്സുകളുണ്ട്. ഇതിന് മൊത്തം ജനങ്ങളെയും, ഈ പാലക്കാട് ധോണി ലീഡ് കോളേജിൽ വരാൻ സാധിക്കുന്ന മൊത്തം ജനങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന രോഗമാണ് പ്രമേഹം. ഈ പ്രമേഹ രോഗം പിടിപെട്ട ശേഷം മരണം വരെ മരുന്ന് കഴിക്കുക എന്നുള്ള രീതിയാണ് പൊതുവെ മലയാളികൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ മരുന്ന് കഴിക്കാതെ രോഗം എങ്ങനെ പരിഹരിക്കാം, രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാം, അവരുടെ അസ്വസ്ഥതകളെ എങ്ങനെ സുഖപ്പെടുത്താം, ഈ അസ്വസ്ഥതകളെ കൃത്യമായി സുഖപ്പെടുത്തുന്ന രീതിയാണ് അക്യുപഞ്ചർ ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ സ്ത്രീജന്യ രോഗം, നമുക്കറിയാം ഒട്ടേറെ സ്ത്രീജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് അതിന് പരിഹാരങ്ങളായി പല ചികിത്സാ സമീപനങ്ങളും മുൻകരുതലും കണക്കാക്കുമ്പോൾ, എന്നാൽ ജീവിതശൈലിയുടെ ചില രീതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ സംബന്ധമായ വിഷയങ്ങളൊക്കെ തന്നെ അതെങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൃത്യമായി പരിഹരിക്കാൻ കഴിയും, ഇത് വളരെ ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പബ്ലിക് പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിക് പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രയോജനം ചെയ്യുമെന്ന് അസോസിയേഷൻ ആഗ്രഹിക്കുന്നു. ആ രൂപത്തിലാണ് പ്രോഗ്രാം ഏർപ്പാട് ചെയ്തതെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.
രാവിലത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ലീഡ് കോളേജിൻ്റെ തന്നെ പ്രിൻസിപ്പാളായ തോമസ് സാറാണ്. ഉച്ചക്കത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് MP PK ശ്രീകണ്ഠൻ സാർ. ആധാരമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പലതും മെഡിസിൻ മറ്റ് ചികിത്സാ രീതികളാണെങ്കിൽ പുസ്തകങ്ങൾ തന്നെയായിരിക്കും മറ്റുള്ളവർക്കും പരിശീലിപ്പിക്കാം. ആധാരമായ എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പം ലോകത്തൊരുപക്ഷെ ആദ്യം വന്ന ഒരു ചികിത്സാ പുസ്തകം എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് നെയ്ജിങ് എന്ന് പറയുന്ന പുസ്തകമാണ്. അത് അക്യുപഞ്ചർ പുസ്തകമാണ്. 5000 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ചികിത്സയുടെ ഒരു കാലപ്പഴക്കം കണക്കാക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം അതാണ്. തീർച്ചയായിട്ടും ആധാരമാക്കിയുള്ള പഠനമാണോ നടത്തുക, അതോ പഴയ പാരമ്പര്യ ചികിത്സാ രീതി അങ്ങനെയൊക്കെ ഉണ്ട്? ആയുർവേദത്തിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഗുരുകുല സമ്പ്രദായം, ആ രീതിയാണോ ഫോളോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇതിൽ ഒരുപാട് പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയകാല അഥവാ ഫിലോസഫികൾ, ഇൻയാങ് ഫിലോസഫി, പഞ്ചഭൂത സിദ്ധാന്തം, ഇങ്ങനെ തുടങ്ങിയ പഴയകാല ഫിലോസഫികൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനമെങ്കിലും ഒരുപാട് പുതിയ നൂതന പഠനങ്ങൾ, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചികിത്സയിൽ 1984 ശേഷം അലോപ്പതിയൊക്കെ പഠിച്ച ഒരു ഡോക്ടർമാർ, ഡോക്ടർ ബ്രദേഴ്സ്, ഡോക്ടർ ഫസൽ റഹ്മാൻ, സിദ്ദിഖ് ജമൽ, ഇവരൊക്കെ തമിഴ്നാട് സാന്തോം സ്വദേശികളാണ്. ചെന്നൈ മെഡിക്കൽ കോളേജിൽ MBBS MD കഴിഞ്ഞ ഡോക്ടർമാരാണ്. ഇവരാണ് ഇതിൽ ഒരു ശാസ്ത്രീയ പഠനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത്. അപ്പോൾ 1990-കൾക്ക് ശേഷമാണ് ഇവർ ഈ അക്യുപങ്ക്ചർ മേഖലയിൽ പുതിയ റിസർച്ചൊക്കെ ആരംഭിച്ചത്. 2000-ഓടു കൂടി ഈ ഒരൊറ്റ പോയിന്റ്, അഥവാ നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ അഥവാ 360-ലധികം അക്യുപങ്ക്ചർ പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകൾ ഒറ്റ പോയിന്റിൽ മാത്രം ചികിത്സിച്ചുകൊണ്ട് എങ്ങനെ രോഗം സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു പുതിയ കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് റിസർച്ചുകൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ മൊബൈൽ ഫോണൊക്കെ ബട്ടൺ ഫോണൊക്കെ ഉപയോഗിച്ചൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയി, ആർക്കും ഓർമ്മ ഉണ്ടാവില്ല ഇപ്പോൾ. അതേപോലെ അക്യുപങ്ക്ചർ പോയിന്റുകളിൽ നീഡിൽ ഉപയോഗിക്കാതെ സ്പർശനത്തിലൂടെ എങ്ങനെ സ്റ്റിമുലേഷൻ ചെയ്യാൻ കഴിയും. കാരണം അക്യുപങ്ക്ചർ പോയിന്റ് സ്റ്റിമുലേഷൻ നീഡിൽ ഉപയോഗിച്ചിട്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ അതിന് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ റിസർച്ചുകൾ എങ്ങനെയാണ് നീഡിൽ ഉപയോഗിക്കാതെ അക്യുപങ്ക്ചർ പോയിന്റുകൾ സ്പർശനത്തിലൂടെ സ്റ്റിമുലേഷൻ ചെയ്യാൻ സാധിക്കുക. ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങളും നൂതന രീതികളുമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തത്. നമുക്കറിയാം, നമ്മൾ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന പോലെ രീതിയല്ല. ഒരിക്കലും മെഡിക്കൽ കൗൺസിൽ അണ്ടറിൽ ഇത് വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് MCA മെഡിക്കൽ കൗൺസിൽ, MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് അത് അലോപ്പതിയുടെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ്. ആയുഷ് എന്ന് പറയുന്ന വേറെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്. അതാണ് ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി, യോഗ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2003 ഇതിന് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഫാമിലി ഹെൽത്ത് ആൻഡ് വെൽഫെയർ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് വെൽഫെയർ, അവർ നേരിട്ട് 2003 മുതൽ ഈ ചികിത്സയ്ക്ക് ഒരു അംഗീകാരം നൽകി ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു. അതിനുശേഷം 2019 ഇന്ത്യ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായി പ്രഖ്യാപിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കമ്മീഷൻ നിയമിക്കുകയും അതിൻ്റെ പഠനം മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് പെട്ടെന്ന് സ്റ്റക്കായിപ്പോയത്. ഇപ്പം അതിൻ്റെ പുതിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിലൊക്കെ ചില രോഗങ്ങൾക്കൊക്കെ മരണം സംഭവിക്കുമ്പോൾ അവർ അക്യുപങ്ക്ചർ ചികിത്സ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മരുന്ന് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ചികിത്സാ രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് മരണം സംബന്ധിച്ചത് എന്ന് പറയുന്ന കുറേ വാർത്തകളും അലിഗേഷൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് ഒരു പറയണത് എന്താ വെച്ചാൽ രോഗം നമ്മൾ മരുന്ന് കഴിക്കാൻ പറയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ചികിത്സയുടെ പോരായ്മയോ ഗുണപരമായ വശത്തെ കുറിച്ചൊന്നും നമുക്ക് അത് ഒരു വിമർശന വിധേയമാക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് മാറാനുള്ള മരുന്ന് നിങ്ങൾ കഴിക്കരുത്. പെട്ടെന്ന് മാറാനുള്ള സാഹചര്യമാണെങ്കിലും അത് അനിവാര്യമാണെങ്കിലും മരുന്ന് കഴിക്കരുത് എന്ന് നിങ്ങൾ നിഷ്കർഷിക്കുന്നു. എന്നൊരു പരാതിയുണ്ട്.
അങ്ങനെ ഒരു പരാതി ആ അസുഖം മാറാത്തത് കൊണ്ട് അത് കൂടുതലായി വ്യാപിക്കുന്നു ശരീരത്തിലേക്ക്, അത് മരണത്തിന് കാരണമാകുന്നു. അങ്ങനെ കാരണമായതാണ് ഈ മരണം എന്ന് പറയുന്നു. ചില മരണങ്ങളെ ചൂണ്ടിക്കാട്ടി എങ്ങനെ പരാമർശിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ആരും അപ്പോഴാണ് എല്ലാവരും പറയുക ഞങ്ങൾ അംഗീകരിച്ച ചികിത്സാ രീതിയിൽ ഇതിനാണ് രോഗി അതിലേക്ക് കയറി പോകുന്നത്, വേറെ ചികിത്സ ഫോളോ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ചികിത്സാ രീതിയാണ്, വേറെ ഒന്നിനും പറയുന്നില്ല. താരതമ്യം ചിലപ്പോൾ ഹോമിയോനൊക്കെ പറയുന്നത് കേൾക്കാം, അത് ഹോമിയോപതി സ്വീകരിച്ചതാണെന്നൊക്കെ പറയാമെങ്കിലും മരണത്തിലേക്ക് എത്തുന്ന കുറെ ഇൻസിഡൻസ് സമീപകാലം ഈ ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട്. നമുക്കിവിടെ ഒരു സാറിൻ്റെ ചോദ്യം വളരെ ഫലപ്രദമായ അല്ലെങ്കിൽ വളരെ ഈ കാലത്ത് വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണത്. ഒരു കാലത്ത് അലോപ്പതി ചികിത്സ വളർന്നു വരുമ്പോൾ നിലവിൽ ആയുർവേദ ചികിത്സകരായിരുന്നു അവരെ പ്രതിയോഗികളായി കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവരെ പ്രതിപക്ഷമായി കാണാൻ കഴിയുന്നത്. പിന്നീട് ആ സ്ഥാനം മെല്ലെ മെല്ലെ ഹോമിയോപ്പതിക്ക് കീഴടക്കി. ഇപ്പോൾ ആ സ്ഥാനം അക്യുപങ്ക്ചറിന് ലഭിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അലോപ്പതി ചികിത്സ വളർന്ന ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് തന്നെ ഒട്ടേറെ ആയുർവേദ മരുന്നുകൾ വലിയ തോതിൽ വിൽപ്പന നിന്നുപോയി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയുർവേദ മരുന്നുകൾ വലിയ തോതിൽ പോയിസൺസ് ഉണ്ട്, വിഷങ്ങളുണ്ട് എന്നുള്ള വാർത്തയൊക്കെ അലോപ്പതി ഭാഗത്ത് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിന് തുടങ്ങാൻ സംഭവിച്ചു, അതിന് തുടർന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതേപോലെ എപ്പോഴും അലോപ്പതി ചികിത്സയുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനോ നഷ്ടം സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു ചികിത്സ വളർന്നു വരുമ്പോൾ, അത് ഹോമിയോപ്പതി ആയാലും അത് ആയുർവേദമായാലും ഇപ്പോൾ അക്യുപങ്ക്ചർ ആകുമ്പോഴൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത് ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ ചികിത്സ പഠിച്ച ആൾ പരിശോധിച്ച് നോക്കിയാൽ മെജോറിറ്റി ആളുകളും ഇപ്പോൾ എന്നെ പോലെ ഒരുപാട് രോഗങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ മരുന്നും കഴിച്ചും രോഗം മാറാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ഇനി ഈ രോഗം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർ ഒരു പരീക്ഷണാർത്ഥം അക്യുപങ്ക്ചർ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ മരുന്ന് കഴിച്ചിട്ട് കിട്ടാത്ത രോഗശമനം, പരിപൂർണമായ രോഗശമനം അക്യുപങ്ക്ചർ ലഭിച്ച ശേഷം ഇത് പഠിക്കുകയും പിന്നെ ചികിത്സകരായവരാണ് ഏതാണ്ട് എല്ലാ അക്യുപങ്ക്ചറിസ്റ്റുകളും. ഇവർ മറ്റേതെങ്കിലും വിദ്യാഭ്യാസം പോലെ, ഇപ്പം നമുക്കറിയാം ഒരാൾ +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതി MBBS പഠിക്കാൻ പോകുന്ന പോലെ ആരും അക്യുപങ്ക്ചർ പഠിക്കാൻ വരുന്നില്ല. അക്യുപങ്ക്ചർ പഠിക്കാൻ വരുന്ന 99.9% ആളുകളും അവരുടെ ലൈഫിലുണ്ടായ ഇതേപോലെയുള്ള ശാസ്ത്രീയമായ ചികിത്സകൾ ഉപയോഗപ്പെടുത്തി മരുന്ന് കഴിച്ച്, ഒട്ടേറെ മരുന്ന് കഴിച്ച്, മാറി മാറി മരുന്നുകൾ കഴിച്ച് ഇനി ഒരിക്കലും രോഗം മാറില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ അതേ രോഗം അക്യുപങ്ക്ചർ ചികിത്സയുടെ സുഖപ്പെട്ട ശേഷമാണ് ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റ് ഇഞ്ചുറി, അതിൽ പല ചികിത്സയും ചെയ്ത് എൻ്റെ തലകറക്കവും ഞാൻ അനുഭവിച്ച പല പ്രയാസവും മാറാതായ ഒരു ഘട്ടത്തിൽ എൻ്റെ സുഹൃത്ത് എനിക്ക് നിങ്ങൾ അക്യുപങ്ക്ചർ ചെയ്താൽ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ രോഗം മാറി. അപ്പം അന്ന് ഞാനൊരു മരുന്ന് മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മരുന്നില്ലാതെ രോഗം സുഖപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് ഒരു അന്ധവിശ്വാസം പോലൊരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മരുന്നില്ലാതെ രോഗം സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു, അക്യുപങ്ക്ചർ പോയിന്റ് സ്റ്റിമുലേഷൻ നൽകുമ്പോൾ ഉണ്ടാകുന്ന രോഗശമനത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം, അതൊരു പ്രത്യേകമായ ഒരു കഴിവാണ്, അതിലെ പ്രത്യേകമായ ഒരു സിസ്റ്റമാണ്. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരിൽ ആ സിസ്റ്റം ഉണ്ട്, പക്ഷെ നമുക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്യുപങ്ക്ചർ പഠിക്കുന്നതിനും എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനും ഒരു അക്യുപങ്ക്ചർ വിരോധിയായിരുന്നു ഒരു കാലത്ത്, കാരണം മരുന്ന് കഴിച്ചാൽ രോഗം സുഖപ്പെടുന്നു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന വലിയ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്കറിയാം മലയാളികൾ എന്ന് പറഞ്ഞാൽ അക്യുപങ്ക്ചർ ചികിത്സയിൽ മരുന്നില്ലാ ചികിത്സയാണ്. അക്യുപങ്ക്ചർ ചികിത്സ മരുന്നില്ലാ ചികിത്സയാണ്. അക്യുപങ്ക്ചർ ചികിത്സക്ക് മരുന്ന് ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറ്റ് ചികിത്സകൾ ചെയ്യേണ്ടെന്ന് അഭിപ്രായം പറയാൻ കഴിയില്ല. ഇപ്പോൾ ഹോമിയോപ്പതി ചികിത്സക്ക് ഹോമിയോപ്പതി മരുന്ന് മാത്രമല്ലേ ഉള്ളൂ, ആയുർവേദ ചികിത്സ ആയുർവേദ മരുന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അക്യുപങ്ക്ചർ ചികിത്സ അക്യുപങ്ക്ചർ പോയിന്റ് മാത്രമേ ഉള്ളൂ. കോവിഡ് സമയത്ത് നമ്മളെ പോലെ ആരും കാര്യമായി പ്രവർത്തിച്ചില്ല എൻ്റെ അഭിപ്രായം. കോവിഡ് സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഒരു സിനിമാ നടനും അതേപോലെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരാൾ തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ മെഡിക്കൽ ഫീൽഡിൽ ആൾ പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. മറ്റൊന്നുമല്ല, ഇത് എന്താ പറയുക, ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോറിയാണ് കോവിഡ് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതേ കോവിഡ് എന്നുള്ളത് അല്ല അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, കഴിഞ്ഞ വീണ ജോർജ് നിയമസഭയിൽ പ്രതിപക്ഷ ഈ വിഷയം ഉന്നയിച്ചിരുന്നു.
കോവിഡ് കാലത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി അതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ഉണ്ടായ ഒരു സംഭവം, 2015 ശേഷമോ മറ്റോ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് 2020 കോവിഡ് ലിസ്റ്റിലേക്ക് പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചക്ക വീണ്, ആ വീഡിയോ ഒരുപാട് ട്രോളിലൊക്കെ വന്നിട്ടുണ്ട്, ചക്ക തലയിൽ വീണ് മരിച്ച ആളെയും, മരിച്ചവരെ ടെസ്റ്റ് ചെയ്യായിരുന്നു, അപ്പോൾ ചക്ക തലയിൽ വീണ് മരിച്ച ആളെയും ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. ഇപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഏരിയയിൽ ഒരുപാട് മരണം നടന്നിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് നടക്കുന്ന മരണങ്ങളെല്ലാം ആംബുലൻസ് വന്ന് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യം കോവിഡ് മരണം എന്ന് പറയുന്നത് ഒരു സേട്ടു സാഹിബ് എന്താണ് മട്ടാഞ്ചേരി അതിന് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ മരണപ്പെട്ടത് യാക്കൂബ് സെട്ടാണ് കൊച്ചിയിൽ മരിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത് മരിച്ചത് തലശ്ശേരിയിലുള്ള ഒരു ആ പേര് ഞാൻ പറഞ്ഞു, തലശ്ശേരിക്കാരനായ മെഹറൂഫ് ഖാൻ. മൂന്നാമത് പറഞ്ഞത് ട്രിവാൻഡ്രത്തുള്ള കാരണം മലപ്പുറത്ത് നമുക്ക് കുറച്ച് റിപ്പോർട്ടുകൾ കേട്ടത്, എന്തിനേയും കുറ്റപ്പെടുത്തി പറയില്ല, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. തീർച്ചയായിട്ടും ഇത് നമുക്ക് നല്ലൊരു ഡിസ്കഷനാണ്. സമയമില്ലാത്ത ദിവസം നോ പ്രോബ്ലം. ശരി അതുകൊണ്ട് ചോദിച്ചതാണ്. സന്തോഷം. അല്ല, പിന്നെ നമ്മൾ അന്നേ ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നമ്മൾ ബദൽ പത്രസമ്മേളനം നടത്തി. നമ്മളന്ന് പത്രസമ്മേളനം. അതെ വളരെ തുടക്കത്തിൽ അതൊക്കെ ആവുന്നതും അല്ലെങ്കിൽ ആ ജീവിത ശൈലി പിന്തുടരണം നമുക്ക് പറയാം. അതെ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നുണ്ട്, അലോപ്പതി ഡോക്ടർമാരും എന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് വളരെ ക്രിട്ടിക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് അപ്പൊ അനാലിസിസാണ്. നിങ്ങൾക്ക് ആ രോഗം കണ്ടെത്താൻ കഴിയുന്നു, ഇവര് മരണത്തിന്റെ അവസാന മണിക്കൂറിലാണ് ഇവർ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുക. ആ സമയത്ത് നിങ്ങൾ ഇത് ഒരു അലോപ്പതി ചികിത്സയ്ക്കോ വേറെ ഏതെങ്കിലും ചികിത്സ മെഡിസിൻ അപ്ലൈ ചെയ്യണം, മരുന്ന് അപ്ലൈ ചെയ്യണം, എന്നാലും ഈ രോഗം മാറുന്നത് എന്ന് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാറുണ്ടോ, ഉദ്ദേശിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം. ഇവിടെ നല്ല ചോദ്യമാണ് സാർ ചോദിച്ചത്. ഇപ്പൊ ഒരാൾ മരണം ബോധ്യപ്പെട്ടു, ഇപ്പം രോഗിനെ ചികിത്സയെടുത്ത് കൊണ്ടുവരാറാണ് രോഗിയുടെ ബന്ധുക്കളായിരിക്കും അല്ലേ. ആ രോഗിയുടെ ബന്ധുക്കള് അവർക്ക് അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഹോമിയോ ഡോക്ടറെ കാണിക്കാം, ആയുർവേദ ഡോക്ടറെ കാണിക്കാം, ആര് വേണമെങ്കിൽ കാണിക്കാം. അവർ അക്യുപഞ്ചർ സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ തീരുമാനിക്കാൻ ഒരു കാരണം ഉണ്ടാവും. അതായത് കാരണം അത് അവരുടെ കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു രോഗി എന്നെ സമീപിക്കുമ്പോൾ അവരെ ചികിത്സിക്കാൻ എൻ്റെ കടമയാണ്. ഇപ്പോൾ ചില സമയത്ത് സാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് നമ്മൾ ചികിത്സ തന്നെ വേണോ, നിങ്ങൾക്ക് അലോപ്പതി ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്ന് ചോദിക്കില്ല. സാർ ചികിത്സിച്ചാൽ മതി എന്ന് ഒരു രോഗി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ അവർ ചികിത്സിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പണമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ശരി ഇത് ചാർജ് ചെയ്താൽ പറയും, കാരണം അയാളുടെ കയ്യിൽ പണമില്ല. ഇതേപോലെ പല കാരണങ്ങളുണ്ടാവും. ചില ആൾക്കാർ ചികിത്സിക്കാൻ തന്നെ പോകാതിരിക്കാൻ കാരണം പണമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ സാറേ ഒരിക്കലും തെറ്റല്ലല്ലോ. അതായത് തെറ്റല്ല. ഒരു രോഗി ചികിത്സിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, രോഗിയുടെ ബന്ധുക്കൾ ചികിത്സ ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും തെറ്റല്ല. ഇതേ രോഗിയെ തന്നെ നിങ്ങൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയാലും അവര് ഈ ബന്ധുക്കളോട് കൺസെന്റ് വാങ്ങി ചികിത്സിക്കുക. കാരണം എന്താ, അവർക്ക് ഒരേ തന്നെ വിഷയം. അത് നമ്മൾ തീർത്ത് പറയാറുണ്ട് സാർ. അതായത് അത് പറയാറുണ്ട്, അത് രോഗിയോട് പറയും, ബന്ധുക്കളോട് പറയും. അത് അവരുടെ അവകാശമാണ്. അല്ല എന്നിട്ട് അവർ പറയണത് സാർ ചികിത്സ മതി എന്ന് നമ്മളെ ചികിത്സയോട് പറയുകയാണെങ്കിൽ ചികിത്സിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ സാറേ ഒരു പൊതുവായിട്ട് ഒരു അതെ ഒരു കാര്യം കൂടെ സാറേ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ, ഒറ്റ വിഷയം. അതായത് ഇപ്പോൾ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷം പല ചികിത്സകളും മരുന്ന് ചികിത്സകളൊക്കെ ചെയ്തിട്ട് ഈ മനം മടുത്ത് ഇനി മരിക്കുന്നത് വരെ എനിക്ക് മരുന്നില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അക്യുപങ്ചർ ചികിത്സയിലേക്ക് എത്തുകയും അവരുടെ അസ്വസ്ഥതകളൊക്കെ സുഖപ്പെട്ട് കുറച്ച് നാൾ ജീവിച്ച് അവരെപ്പോഴെങ്കിലും, നമ്മുടെ ചികിത്സയ്ക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലോ വന്ന് പോകലേ ഉള്ളൂ. അതും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ചികിത്സകനായിട്ട് ഒരാഴ്ച സ്പെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് അക്യുപങ്ചർ കൊണ്ട് മരിച്ചു എന്നുള്ളൊരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ആരോ ശ്രമിക്കുന്ന പോലെ തിരിച്ചുകൊണ്ട് അക്യുപങ്ചർ ചികിത്സ എപ്പോഴോ ചെയ്ത ഒരാൾ പിന്നെ അലോപ്പതിയിലേക്ക് പോവുകയോ അവിടെ കിടന്ന് മരിച്ചാലും പറയുന്നത് പണ്ട് അക്യുപങ്ചർ ചെയ്ത ആൾ
ഇപ്പോൾ ഹോസ്പിറ്റലിൽ മരിച്ചു. അപ്പോൾ എല്ലാം അക്യുപങ്ചറോ ഫോബിയ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം തടയണം. പേര് അതിൽ തന്നെ ഉണ്ട് സാറേ, പേരുകളെല്ലാവരും അതിൽ തന്നെ ഉണ്ട്, എല്ലാവരും പേരും അതിൽ തന്നെ ഉണ്ട്. ഇതിലെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആ ഇല്ലേ, ഷംനാസ് ഖാൻ കൂടെ ആഡ് ചെയ്യണം. സെലീന കാസിം, ഫോൺ നമ്പർ വല്ലതും സെലീന കാസിം, അതിൽ സെലീന കാസിം ഇല്ല. സെലീന കാസിം, സെലീന കാസിം ഇല്ല. കാസിം ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാവരും. അതിന് പകരം ഷംനാസ്. ഫോൺ നമ്പർ വല്ലതും ഫോൺ നമ്പർ എന്ന് പറഞ്ഞു സാർ. 8157 059 336 336. ഒന്ന് ഫോട്ടോ എടുത്താ ഇതിലൊന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഷംനാസ് ഖാൻ കൂടെ കിട്ടുന്ന രീതിയിൽ. അങ്ങോട്ട് നോക്കണമെന്നില്ലല്ലോ ക്യാമറയിൽ. അല്ല ക്യാമറ നോക്കിയാലോ, ക്യാമറ നോക്കില്ല. ശരി.